അങ്ങനെ വെച്ചാൽ വരെ നമ്മളാണെങ്കിൽ ഇവിടെ ഒരു BR സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര നേരമായിട്ട് എനിമീനെയും കാര്യങ്ങളൊന്നും സ്പോട്ട് ചെയ്തിട്ടില്ല, കളി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എനിമിയും കാര്യങ്ങളും ഇതുവരെയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ചുമ്മാ ഒന്ന് നടക്കാം. എന്നിട്ട് എനിമി ഇവിടെ എവിടെയോ ഉണ്ട്, മറ്റേ ടീമേറ്റ് സ്പോട്ട് ചെയ്തിട്ടുണ്ട് എനിമീനെ. ഓ ഗൈസ് എനിക്കൊരു അടി കിട്ടുന്നുണ്ട്, എനിക്ക് തോന്നുന്നു പൊക്കത്താണെന്ന് തോന്നുന്നുണ്ട്. അതേ പൊക്കത്ത് നിൽക്കുന്നത് ഗൈസ്. നമുക്ക് നൈസായിട്ട് ഡാമേജ് കൊടുത്ത് നോക്കാം. ഡാമേജ് മാത്രം കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ, അവന് കില്ല് കിട്ടിയിട്ടില്ല. നമുക്കൊന്ന് മാക്സിമം ഞെക്കി പിടിച്ച് നോക്കാം. ഓ ഗൈസ് കില്ല് അവനെ ഒളിച്ച് നിന്ന് ഗൈസ്. നമുക്ക് അവിടെ എവിടെയെങ്കിലും മാറി നിന്നിട്ട് അടിക്കാൻ പറ്റി നോക്കാം. ഓ ഗൈസ് ഞാൻ നോക്കായി. ഇത് എൻ്റെ ബാക്കിലും ഇവന്മാർക്കൊക്കെ ഇനി തോക്ക കിട്ടണേ. ഫസ്റ്റ് മാച്ചിൽ തന്നെ തോക്കുക, അതൊക്കെ എവിടെ എങ്ങനെ ഒപ്പിക്കണ്? ടീമേറ്റ് ആണെങ്കിൽ മണ്ടംകളി കളിക്കണ്, എന്ത് ബോട്ടാണെന്ന് തോന്നുന്നുണ്ട് വന്നേക്കണത്. അവനാ ബോംബിട്ട് വന്നു. ഗൈസ് ഒരുത്തൻ കില്ലെടുത്തിട്ടുണ്ട്, മറ്റവൻ നോക്കിക്കണത്. ഗൈസ് 2 എനിമി ഒരുമിച്ചാ. അവനെ കില്ലെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അവൻ ഞെക്കി പിടിച്ചിട്ടുണ്ട് മാക്സിമം. അവൻ സാധനം ഇട്ടേക്കണേ, സ്കില്ലാണ് ക്യാരക്ടറിൻ്റെ. അവനൊന്ന് തൊട്ടവനപ്പം വീഴും, അമ്മാതിരി ഡാമേജ്. അവനൊറ്റക്ക് ഗൈസ് ഇനി കളി തേഞ്ഞ് ആ ഒരു കളി പോയിട്ടുണ്ട്. ഈ ഒരു കളി എങ്ങനെയായാലും നമുക്ക് ബൂയി അടിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത മാച്ചിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു മാച്ചിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഗണ്ണെടുക്കാം. നമുക്കിവിടെ ഈ ഒരു ഗണ്ണെടുക്കാം, ഒരു ഗണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഗ്ലൂ വാൾ എടുക്കാൻ പറ്റുമോ? ഗ്ലൂ വാൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവർ സെറ്റ് ചെയ്ത് വരട്ടെ. അപ്പോൾ ഗൈസ് ഇവിടെ ആണെങ്കിൽ ഇതേ കളിയും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ആ ഒരു വീടിൻ്റെ അങ്ങോട്ട് കയറിക്കാം. നമുക്ക് ഇവിടെ നിന്നിട്ട് സ്കോപ്പ് ചെയ്ത് അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. മാക്സിമം തന്നെ സ്കോപ്പ് ചെയ്യാം. ഈ ബാഗ് മാക്സിമം സ്കോപ്പ് ചെയ്ത് തന്നെ പിടിച്ചേക്കാം. എവിടെ നിന്നെങ്കിലും കിടാതെ താഴ്ത്ത്. അവൻ ഓടിപ്പോയി. എവിടെ എങ്ങും ഒരുത്തനെ കാണുള്ള ഗൈസ്. ടീമേറ്റ് ഒരു നോക്ക്, എൻ്റെ മോനെ കറക്റ്റ് ഒരു നോക്ക്. അവനെ പൊക്കി ഗൈസ്. ആ ഒരു നോക്ക് വെറുതെ വേസ്റ്റ് ആയത്. ബാക്കിൽ എനിമി ഒന്നുണ്ടല്ലേ. രണ്ടെണ്ണം ഒരുമിച്ചടാ. എന്ത് കഷ്ടോ നോക്ക് ഗൈസ്. പെട്ടെന്ന് അടുത്തത്. അപ്പം അങ്ങനെ ഈ ഒരു കളി അവന്മാർ എടുത്തിട്ടുണ്ട്. അത് തന്നെ കളി അവന്മാർ കൊണ്ടുപോയി. വെറുതെ പോയി കളിച്ചത് ഈ കളി. വെറുതെ മൈനസും അടിക്കും. പോട്ടെ. നമുക്കിനി ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു തോക്കെടുക്കാം. നമുക്ക് ഗ്ലൂ വാളുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് ഏത് തോക്ക് എടുക്കണ്ടേ? നമുക്കിതിൻ്റെ അകത്ത് ആ തോക്ക് എടുക്കാം. ബ്രൗൺസ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ തോക്ക്. ആ തോക്ക് എടുക്കാം. നമുക്ക് 2-3 ഗ്ലൂ വാൾ കൊടുക്കാം. നമുക്കിനി ഇത് വന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല. നമുക്കൊരു കീഴിപ്പോയൊരു സബ്സ്ക്രൈബ് അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താണിത് ഇങ്ങനെയൊക്കെ ഫുള്ള് ബഗ് അടിച്ച് വിട്ടേക്കണേ. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. അവിടെ നിന്ന് ആരെയും കാണാം. അതേ കാശ് പൊങ്ങി വന്നു ചാടി തന്നെ. നമുക്ക് അവനെ മാക്സിമം അടി കിട്ടി. ഗ്ലൂ വാളുണ്ട്. ഗ്ലൂ വാൾ കാശ് ദൂരത്ത് പോയി വേണം. ഒരു നോക്ക് കിട്ടിയിട്ടുണ്ട്. അവനെ പൊക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. താഴത്തിറങ്ങി അവനെ നോക്കിയേക്കാം. എടാ നോക്ക് വേസ്റ്റായ. ഒരു കില്ല് കിട്ടി, ഭാഗ്യം. ചാട്. എടാ എന്നെ അടിച്ചടാ. ഒരു തുള്ളി ലൈഫുള്ളൂ. ഇവിടെ മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അവൻ അതിന് മുമ്പ് അടിച്ചിട്ട്. എൻ്റെ മോനെ ഒറ്റ ഇതിൻ്റെ അകത്ത് തുള്ളി ലൈഫിൽ ഗൈസ് ഒരു കില്ല് കിട്ടി. എൻ്റെ മോനെ മോനെ. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് മെഡിക്കറ്റ് അടിച്ചിട്ട് നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് പോകാം. എന്നാൽ അവിടെ ഗ്ലൂ അത് ടീമേറ്റ് ആൾ. നമുക്ക് ഇവിടെ ഞെക്കി പിടിച്ച് ഈ ഗ്ലൂ ആൾ പൊട്ടിക്കാം. വേണ്ട, സൈഡിൽ കൂടെ പോകാൻ സ്ഥലമുണ്ടല്ലോ. ഞാൻ ഒറ്റൊരു എനിമീനെയാണ് ഗൈസ് നോക്കണ്ട. അവന് ഇവിടെ ഇപ്പം ഉണ്ടാവും. എൻ്റെ പൊന്നു മോനെ. എടാ കില്ല്. ഇതൊക്കെ എങ്ങനെ ഗൈസ്? ഞാൻ തന്നെയാണ് കളിക്കണത്. ഈ എല്ലാവരുടെ നൂബ് എന്നാണ് വിളിക്കണേ. ശരിക്കും നൂബിൻ്റെ അർത്ഥം തോന്നുക എനിക്കറിയാൻ പാടില്ല. ഗൈസ് ഈ ഒരു മാപ്പ് എനിക്ക് കളിക്കാൻ അറിയില്ല. ഇത് ഗ്രാവിറ്റി ഇല്ലാത്ത മാപ്പാരെ ചാടിപ്പോവും. എല്ലാവരും എന്നെ നൂബ് AWM എല്ലാവരും എന്നെ നൂബ് എന്നാണ് ഗൈസ് വിളിക്കണത്. എന്താണെന്നറിയാൻ പാടില്ല. എല്ലാവരും നൂബേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കണേ. ഓരോ സ്കോഡിൽ കയറുമ്പോൾ അപ്പം ഇതൊരു പട്ടി ബംഗാളി നൂബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗൈസ് പറയണത്. എന്തിൻ്റെ സംഭവം എന്ന് മനസ്സിലായില്ല. ഇനി കളിക്കാറിയാത്തവരാണ് ഈ നൂബ് എന്ന് വിളിക്കണേ. അതും എനിക്ക് അറിഞ്ഞു കേട്ടോ. ഞാൻ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളൂ. എൻ്റെ ഈ ഒരു അക്കൗണ്ടിന് 19 ലെവലായിട്ടുള്ളൂ ഇപ്പം. അപ്പോൾ നമുക്ക് വീഡിയോസ് ഇട്ട് തുടങ്ങാമെന്ന് ഓർത്തു. ഗൈസ് എനിമി നോക്ക് ചെയ്തിട്ടുണ്ട് അവനെ. അവൻ നോക്കായിട്ടുണ്ട്. പിന്നെ ഗൈസ് ഞാനിപ്പോൾ ഈ ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് ഇട്ട് തുടങ്ങിയേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇട്ടണ കണ്ട്. അപ്പോൾ ചുമ്മാ ഇടുകയെന്ന് ഓർത്തിട്ടാണ്. പിന്നെ ഇനി 10th അപ്പോൾ ഇനി വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. എക്സാമൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. അത് മാക്സിമം കുത്തി പിടിക്കാം.
അവൻ ഗ്ലൂ വാളിട്ട് നമ്മളിട്ട ഗ്ലൂ വാൾ അവിടെയൊക്കെ പോയി അതെങ്ങനെ കേസ് അവിടെയൊക്കെ പോയി ഗ്ലൂ വാൾ വീണേ നമ്മൾ ഇടുന്നത് ഇവിടെ നമ്മുടെ ഒരു ടീമേറ്റിനെ തൊട്ട് അവരുടെ ടീമേറ്റിനെ ഞാൻ തൊട്ട് ഇവിടെ അടിക്കണം ഇവിടെ അവനെ വീണ്ടും ഈ ഗ്ലൂ വാൾ വൻ ശോകം പരിപാടിയാണ്. അപ്പുറത്തുള്ള ടീമിനൊന്നും ഗ്ലൂ വാൾ ഇട്ടരുത്, നമുക്ക് മാത്രം ഗ്ലൂ വാൾ ഇട്ടണം, അത് നല്ല കളിയായിരിക്കുള്ളൂ. അവന് മാക്സിമം ഡാമേജ് കൊടുത്തു നോക്കാം. ഊടാ നോക്കടാ, നമുക്ക് ഈ കളി എങ്ങനെയെങ്കിലും എടുക്കണം. അത് അവൻ്റെ സോൺ അവൻ തീർന്നിട്ടുണ്ട്, അവൻ്റെ സോൺ നോക്കുമെന്ന് ഓർത്തപ്പോഴും തീർന്നിട്ടുണ്ട്. ഈ സൈഡിൽ താഴത്തേക്ക് ചാടിപ്പോവും കയറിച്ചല്ല. അതെ അതിൻ്റെ പൊക്കത്തൊരു എനിമിയല്ലേ ഇത്. ഊടാ എടാ എനിക്ക് കളിക്കാൻ പറ്റില്ലടാ, എന്ത് സ്വഭാവമാണ് ഈ എനിമികളെ കൊണ്ട്. അപ്പം നമുക്കിനി അടുത്ത കളി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ലൈക്ക് അടിക്കാനാണ് വീഡിയോ കണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്കൊന്നും പോകാനൊന്നുമില്ലല്ലോ, നമുക്കിവിടെ കുനിഞ്ഞിരിക്കാം ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് എനിമി കയറി വരുമ്പോൾ നമുക്കവിടെ കുത്തി പിടിച്ച് കൊടുക്കാം. അതേ വന്നു കുത്തി അവിടെ കില്ലോസിക്കൊണ്ടും പോയേക്കാണ് പന്ന ടീമേറ്റ്. കുഴപ്പമില്ല, നമുക്ക് അവനെ കൊല്ലാം. വീണ്ടും ചത്ത് ഗൈസ്. എന്താ അവസ്ഥ ഗൈസ് ഇത്. ഈ കളി അവന്മാർ കൊണ്ടുപോയി തോന്നുന്നുണ്ട്. ഈ കളിയെങ്കിലും ടീമേറ്റുകൾ കളിച്ചാൽ മതിയായിരുന്നു അവരൊക്കെ. എടാ ഇവൻ കളിക്കുമെന്ന് തോന്നണുണ്ട്. ഇവൻ വെറുതെ വായും പൊളിച്ച് നോക്കിയേക്കണം. എന്തിട്ടത് ഡാമേജ് കൊടുത്തിട്ടുണ്ടല്ലോ അത്യാവശ്യം. ഇവിടെ അവൻ മാറി നിന്ന് മെഡിക്കിറ്റ് അടിക്കും. വല്ല അവൻ്റെ അടുത്ത് പോയിന്ന് അടിക്കാൻ പറ്റുന്ന വല്ല സംഭവങ്ങളൊക്കെ ആണ് കൊടുക്കുന്നത്. എടാ ഇവൻ ഗ്ലൂ വാളിൻ്റെ ഉള്ളിൽ അപ്പുറത്ത് എനിമി ഉണ്ട് കേട്ടോ ഗൈസ്. അവിടെ ഇവനോട് ഗ്ലൂ വാളിൻ്റെ ഉള്ളിൽ നിൽക്കണത്. അവനോടാ ഇത് നോക്കിക്കൊണ്ടിരിക്കണം. അടിച്ചിട്ട് എടാ അവൻ്റെ നോക്ക്. ഇനി ഇവൻ മാത്രം 3 പേര് മാക്കിയാണ്. വെറുതെ ഈ കളി പോയി. അങ്ങനെ ഈ ഒരു കളി പോയി കിട്ടി. ശുഭം. കളിയുടെ അടുത്തിട്ട് ഒരു തീരുമാനമായി. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ. അപ്പോൾ ഈ ഒരു കളി നമ്മൾ തീർന്നിട്ടുണ്ട്.